ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 6 വരുന്ന ടോർഷൻ ഓഫ് മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ എന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് നമുക്കൊരു ഹോളോ ബാർ തന്നിട്ടുണ്ട്, അതായത് തിൻ ഹോളോ സർക്കുലർ ബാർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടി കണ്ടുപിടിക്കുക, ആൻഡ് ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തിൻ വാൾഡ് ട്യൂബാണ്. ആക്ച്വലി തിൻ വാൾഡ് ട്യൂബിൻ്റെ ടോപ്പിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോർഷൻ ഓഫ് തിൻ വാൾഡ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോപ്പിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ്. അപ്പം ഈ ഒരു രീതിയിലും ഇത് ചെയ്യാം. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഷിയർ സ്ട്രെസ് ടോ തന്നിട്ടില്ല, ബട്ട് ഇവിടെ എന്ന് പറയുമ്പം ഷിയർ സ്ട്രെസ് ടോ തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് ടോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്യാം. കാരണം അവിടെ നമ്മൾ ഷിയർ ഫ്ലോയുടെ ബേസിസിലാണ് നമ്മൾ ടോർക്ക് കാണുന്നത്. അപ്പോൾ ഷിയർ ഫ്ലോയുടെ വാല്യൂ കിട്ടണം, ഷിയർ ഫ്ലോ ക്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ടോ ഇൻറ്റു ടി വേണം. ബട്ട് ഇവിടെ നമ്മൾക്ക് ടോ തന്നിട്ടില്ല. സോ ഈ പ്രോബ്ലം നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കൊരു ട്യൂബ് തന്നിട്ടുണ്ട്, ആ ട്യൂബിൻ്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. സോ എന്താണ് ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന്? ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്കൊരു ബാറുണ്ട്. ആ ബാറിൻ്റെ ക്രോസ് സെക്ഷനിൽ 1 or more ഹോൾസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബാർ എടുക്കുമ്പം അതിൻ്റെ ക്രോസ് സെക്ഷനിൽ 1 or more ഹോൾസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മെയിൻലി 3 ഇക്വേഷൻസ് ആണ് വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ടോർക്ക് കാണാനായിട്ടുള്ള ഇക്വേഷൻ. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം 2 × A1 × Φ1. ഇവിടെ ഇപ്പം നമുക്ക് ആക്ച്വലി 3 കർവാണ് ആ ക്രോസ് സെക്ഷനിൽ വരുന്നത്. ഒന്ന് ഈ ഔട്ടർ കർവ്, പിന്നെ ഈ റെഡ് ഹോളും ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂ ഹോളും ഉണ്ട്. അങ്ങനെ ടോട്ടലി 3 കർവാണ് വരുന്നത്. അതായത് ക്രോസ് സെക്ഷനകത്ത് 2 ഹോളും ഉണ്ട്. അപ്പോൾ ഈ ഹോളിൻ്റെയും ഈ ഹോളിൻ്റെയും കർവും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടറായിട്ടുള്ളൊരു കർവും ഉണ്ട്. അപ്പോൾ A1 എന്ന് പറയുമ്പം ഔട്ടർ കർവിൻ്റെ ഏരിയ, Φ1 എന്ന് പറയുമ്പം A1 എന്ന് പറഞ്ഞ ആ കർവിലൂടെയുള്ള പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷനാണ് Φ1. അടുത്തതായിട്ട് A2 എന്ന് പറയുമ്പം രണ്ടാമത്തെ ഈ ഹോളിൻ്റെ കർവിനെയാണ് A2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ആ കർവിലൂടെയുള്ള പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷനാണ് Φ2. അതുപോലെ തന്നെ A3 എന്ന് പറയുമ്പം ഈ ഹോളിൻ്റെ കർവിൻ്റെ ഏരിയയാണ് A3 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ആ കർവിലൂടെയുള്ള പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷനാണ് Φ3 പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ 2φ × dx × dy. ഇതാണ് ടോർക്ക് കാണാനായിട്ടുള്ള ഫോർമുല. അതുപോലെ നമുക്ക് ബൗണ്ടറി കണ്ടീഷനും വേണം, ഷിയർ സ്ട്രെസ്സും വേണം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പം നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ, അതായത് ഫൈ കാണാനായിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫൈ കാണാനായിട്ട് പറയുമ്പോഴത്തേക്കിന് നമ്മൾക്കിവിടെ 2 കർവാണ് ഉള്ളത്. അപ്പോൾ 2 കർവ് ഉള്ളപ്പം 2φ വരും. ഇപ്പം ഇൻസൈഡ് കർവിലെ ഉണ്ട്, ഔട്ട്സൈഡ് കർവ് ഉണ്ട്. ഇപ്പം ഔട്ട്സൈഡ് കർവിലെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ ഞാൻ Φ1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇൻസൈഡ് കർവിലെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ ഞാൻ Φ2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷനായി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ Φ1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം നമ്മൾ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ്റെ ഡെറിവേഷനിൽ ടോർക്ക് എത്തിയപ്പം, അത് ടോർക്കിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അസംഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഔട്ടർ ബൗണ്ടറിയിൽ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈയുടെ വാല്യൂ 0 ആയിട്ടായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സെയിം അസംഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ്റെ പ്രോബ്ലം വരുമ്പോഴത്തേക്കിന് ഔട്ടർ ബൗണ്ടറിയിൽ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ Φ1ൻ്റെ വാല്യൂ എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി അടുത്തായിട്ട് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ടോർക്ക് കണ്ടുപിടിക്കണം, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ കാണാനുള്ള ഫോർമുല ഇതാണ്. അതായത് സൈക്ലിക് ഇൻ്റഗ്രൽ ∂φ/∂n × ds = 2gθ × ai. ഇതിനടുത്ത ടോർക്ക് കാണാനായിട്ടുള്ള ഇവിടുത്തെ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കിന് 2 × A1 × Φ1 പ്ലസ് 2 × A2 × Φ2 പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ 2φ × dx × dy. ഇവിടെ ഈ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ഇതിനടുത്ത് നമുക്ക് മൂന്നാമത് ഷിയർ സ്ട്രെസ് ആണ് കാണേണ്ടത്. ഷിയർ സ്ട്രെസ് കാണാനായിട്ട് τ = ∂φ/∂n. ഇനി ഏത് ഫൈ വേണം ഇവിടെ എടുക്കാനായിട്ട്? കാരണം ഇവിടെ Φ1 ഉണ്ട്, Φ2 ഉണ്ട്. Φ1ൻ്റെ വാല്യൂ 0 അല്ലേ? സോ ഇൻസൈഡ് കർവിൻ്റെ എടുത്താൽ മതി, ∂φ2/∂n. ഇവിടുത്തെ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം
ഇന്നർ സർഫസിലെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ കാണാനാണ്. അപ്പോൾ ഇന്നർ സർഫസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഇന്നർ സർഫസ്. ഇന്നർ സർഫസിലെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ നമ്മൾ 5.2 ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ 5.2ൻ്റെ വാല്യൂ കാണാനായിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ 5.2ൻ്റെ വാല്യൂ കാണാനായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ ഒന്ന് എഴുതാം. ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ പറഞ്ഞേക്കുന്നത് സൈക്ലിക് ഇൻറ്റഗ്രൽ ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എൻ ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു എ ഐ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഐ എന്ന് പറയുമ്പം ഏത് കർവാണോ നമ്മൾ എടുക്കുന്നത് അതാണ് ഐ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ എടുത്തേക്കുന്ന രണ്ടാമത്തെ കർവല്ലേ, ഈ വെളിയിലത്തെ കർവിനെ നമ്മൾ 1 എന്ന് വിളിച്ചു, ഇന്നർ കർവിനെ നമ്മൾ 2 എന്ന് വിളിച്ചു. അപ്പോൾ രണ്ടാമത്തെ കർവ് ആയതുകൊണ്ട് ഐക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ഡോ ഫൈ ബൈ ഡോ എൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുള്ളതാണ്. ഡെറിവേറ്റീവ് ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ്. അതായത് ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പം അതിൻ്റെ കൂട്ട് തന്നെ ഡോ ഫൈ ബൈ ഡോ എൻ എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ ഫൈ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എൻ ആണെന്തെന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ എൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് നോക്കാം. ചേഞ്ച് ഇൻ ഫൈ എന്ന് പറയുമ്പം ഇവിടെ ഫൈയുടെ വാല്യൂ 5.2 ആയിരുന്നു, ഇവിടെ ഫൈയുടെ വാല്യൂ എന്തായിരുന്നു 5.1. സോ ചേഞ്ച് ഇൻ ഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, 5.2 മൈനസ് എന്തെന്ന് എഴുതാം 5.1 എന്ന് എഴുതാം. അടുത്ത ചേഞ്ച് ഇൻ എൻ. എൻ എന്ന് പറയുമ്പം നമ്മളുടെ ഈ കർവിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന ആ പെർപെൻഡിക്കുലർ, അതായത് കർവിൻ്റെ നോർമലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എൻ എന്ന് വിളിക്കുന്നത്. സോ എൻ എന്ന് പറയുമ്പോൾ ഈ കേസിൽ നമ്മൾ 5.2ഉം 5.1ൻ്റെയും ഇടയ്ക്കുള്ള ആ നോർമൽ ഡിസ്റ്റൻസിനെ അങ്ങ് എടുത്താൽ മതി. ഇടയ്ക്കുള്ള ആ നോർമൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, തിക്നെസ് ആയിരിക്കും. അപ്പോൾ ഇത് അടിയിൽ നമ്മളുടെ എന്തായിരിക്കും വരുന്നത്, തിക്നെസ് ടി ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഓർത്തിരിക്കാനായിട്ട് ചേഞ്ച് ഇൻ ഫൈ എന്ന് പറയുമ്പോൾ 5.2 മൈനസ് 5.1 അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് വരേണ്ടത് അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരേണ്ടത്. സോ 5.2 മൈനസ് 5.1 ഡിവൈഡ് ബൈ എന്തായി, എൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും, തിക്നെസ് ടി ആയിരിക്കും. ഇൻറ്റു എന്താണ് ഡി എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായി 2g തീറ്റ ഇൻറ്റു A2. A2 എന്ന് പറയുമ്പം ഈ രണ്ടാമത്തെ കർവിൻ്റെ അകത്തുള്ള ഏരിയ ആണെന്ന് പറയുന്നത് A2 എന്ന് പറയുമ്പം ഇതൊരു സർക്കിൾ അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ. ഇവിടെ പൈ ഇൻറ്റു റേഡിയസ് എന്തെന്ന് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ എന്ന് തന്നിട്ടുണ്ട്. സോ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം 5.1ൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. സോ ഇതെന്തായിപ്പോയി, 0 ആയിപ്പോയി. ഇനി ബാലൻസ് ഉള്ള എന്താണ് 5.2/2. 5.2/2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്ത് നമുക്ക് ഇടാം 5.2 ഡിവൈഡഡ് ബൈ 2 അല്ല ടി, സോറി 5.2 ഡിവൈഡ് ബൈ ടി ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ഈസിക്കൽ എന്തെന്നായി 2g തീറ്റ ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഡി എസ് എന്ന് പറയുമ്പം നമ്മളുടെ ഈ കർവിലെ ഒരു ചെറിയൊരു എലമെൻ്റൽ ലെങ്തിനെയാണ് നമ്മളതെന്ന് വിളിക്കുന്നത് ഡി എസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പം ഈ ലെങ്തുകളെല്ലാം കൂടെ സം ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത്. ഡി എസ് എന്ന് പറയുമ്പം ആ കർവിലെ ഒരു ചെറിയ ലെങ്താണ് ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പം ആ ലെങ്തുകളെല്ലാം കൂടെ സം ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെങ്തുകളെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ആ ഇന്നർ കർവിൻ്റെ പെരിമീറ്റർ ആയിരിക്കത്തില്ലേ കിട്ടുന്നത്. ഈ ലെങ്തുകളെല്ലാം കൂടെ കൂട്ടുമ്പം അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ അല്ലേ നമുക്ക് കിട്ടുന്നത്. സോ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഇന്നർ സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതെന്തെന്ന് വരും 5.2 ഡിവൈഡ് ബൈ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്കിന് 2π r ആയിരിക്കും ഈസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു എന്തെന്നായി പൈ ആർ സ്ക്വയർ. ഇവിടുന്ന് ഒരു 2 ക്യാൻസലായി, 2 ക്യാൻസലായി, പൈ ക്യാൻസലായി, പൈ ക്യാൻസലായി, ഒരാറ് ക്യാൻസലായി. സോ നമുക്ക് 5.2ൻ്റെ വാല്യൂ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ജി ഇൻറ്റു തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ഈ ടി ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഇതായിരിക്കും നമ്മളുടെ ഇന്നർ സർഫസിലുള്ള പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ്റെ വാല്യൂ. അടുത്തായിട്ട് നമുക്ക് കണ്ടത് ഇവിടുത്തെ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടി ആണ്. അപ്പോൾ ടി എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേന് 5.1ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ടൈം എന്തായിപ്പോയി, 0 ആയിപ്പോയി. സോ ബാലൻസ് ഉള്ളത് 2a2 5.2 പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ 2π ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ആണ്. ഇവിടെ ഫൈയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ 5.2 അല്ല ഉള്ളത്, ജി തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ടി ആയിരിക്കും. സോ ഈ 2π എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ 2π നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബ്രാക്കറ്റിൻ്റെ പുറത്തിടാം. അപ്പോൾ 2π ഇൻറ്റു എന്തെന്ന് വരും, ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്നായിരിക്കും ഈ ഒരു ടേം വരുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പം നമ്മൾ ഈ തിൻ ട്യൂബിൽ നമ്മളൊരു എലമെൻ്റ് എടുക്കും, ഒരു ചെറിയ എലമെൻ്റ് എടുത്ത് ആ എലമെൻറ്റിൻ്റെ ലെങ്ത് ഡി എക്സ് ആയിട്ടും എടുത്തു, ബ്രെഡ്ത്ത് എന്തായിട്ടും എടുത്തു, ഡി വൈ ആയിട്ടും എടുത്തു. ലെങ്ത് ഡി എക്സ് ആയിട്ടും എടുത്തു, ഹൈറ്റ് എന്ന് പറയുന്നത് ഡി വൈ ആയിട്ടും എടുത്തു.
ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആ ഡി എക്സ് ഇൻറ്റു ഡി വൈയുടെ ഇൻ്റഗ്രലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ. സോ ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു എലമെൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്തായിരിക്കും വരുന്നത്, നമ്മളുടെ ഈ ഒരു തിൻ ട്യൂബ് ആയിരിക്കത്തില്ലേ വരുന്നത്. ആ തിൻ ട്യൂബിൻ്റെ ഈ ഒരു ഏരിയ ആണ് എന്തെന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് നമ്മൾക്ക് പറയുന്നുണ്ട് ഇതൊരു തിൻ ബാറാണ്. സോ തിൻ ബാർ ആയതുകൊണ്ട് ഈ ഏരിയ എന്ന് പറയുമ്പോഴേ എന്തായിരിക്കും, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. സോ ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഈ ടേമും എന്തായിപ്പോയി, 0 ആയിപ്പോയി. സോ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ എന്തായിട്ട് മാറി, 2a2 ഇൻറ്റു 5 ആയിട്ട് മാറി. ഇവിടെ നിന്ന് പറയുമ്പം 5 0 ആയിരുന്നു. സോ ആ ടേം പോയി. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് 2 കോൺസ്റ്റൻ്റ് ആയിരുന്നു, 2 ഇനി മാറ്റിയിട്ടു. അടുത്ത ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പോഴത്തേക്കിന് ആ രണ്ട് കർവിൻ്റെ ഇടയിലുള്ള ഏരിയയാണ് ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത്. ആ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആ രണ്ട് കർവിൻ്റെ ഇടയിലായിട്ടുള്ള ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ഇതൊരു തിൻ കർവ് ആയതുകൊണ്ട് ആ ഏരിയയും എന്തായിരിക്കും, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. സോ ആ ടൈമും എന്തായിട്ട് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തു, 0 ആയിട്ട് അസ്യൂം ചെയ്തു. സോ നമ്മുടെ ടോർക്ക് ഇൻഡിക്കേഷൻ പറയുമ്പോഴത്തേക്കിനും ഇപ്പം ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ടൈം എന്തായിപ്പോയി, 0 ആയിപ്പോയി. സോ ടോർക്ക് ഇൻഡിക്കേഷൻ പറയുമ്പോഴത്തേക്കിന് ടി ഈസ് ഈക്വൽ ടു 2a2 ഇൻറ്റു എന്തായി, 5 ആയി. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം നമുക്കറിയാം 5 വാല്യൂ നേരത്തെ ജി തീറ്റ ആർ ടി എന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം, 2 ഇൻറ്റു a2 എന്ന് പറയുമ്പം സെക്കൻഡ് കർവിൻ്റെ അകത്തുള്ള ഏരിയ അതെന്ന് പറയുമ്പോൾ πr² ആയിരുന്നു, ഇൻറ്റു 5 എന്ന് പറയുമ്പോഴത്തേക്കിന് ജി തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ടി. സോ ഇതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കിന് 2 ഇൻറ്റു പൈ ഇൻറ്റു r³ ഇൻറ്റു ജി തീറ്റ ഇൻറ്റു ടി. സോ ഇതായിരിക്കും നമ്മളുടെ ടോർക്ക് ട്രാൻസ്മിറ്റഡിൻ്റെ ഇക്വേഷൻ. ഇനി ഒരു ക്വസ്റ്റിനോട് അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെ ഇൻ്റഗ്രൽ കാണാനായിട്ട്, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ആൻഡ് ജെ ഇൻ്റഗ്രൽ. അത് കാണാനായിട്ട് നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ ജി തീറ്റ ജെ ആണ്. നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് പറയുന്നതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ ജി തീറ്റ ജെ ആണ്. സോ ഇവിടെ നമുക്ക് ജെ ഇൻ്റഗ്രൽ എന്തെന്ന് കിട്ടും, ടി ഡിവൈഡഡ് ബൈ ജി തീറ്റ. സോ ടി ഇക്വേഷൻ പറയുമ്പോഴത്തേന് 2πr³ ഇൻറ്റു ജി ഇൻറ്റു തീറ്റ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ജി തീറ്റ. സോ ജി തീറ്റ ക്യാൻസലായി. ഇവിടെ നിന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, 2πr³ ഇൻറ്റു ടി ആയിരിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേന് ഇവിടുത്തെ ഷിയർ സ്ട്രെസ് കാണാനായിട്ടാണ്. ഷിയർ സ്ട്രെസ് ഇൻഡിക്കേഷൻ ടോ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എ. ഡോ ഫൈ ബൈ ഡോ എൻ നമ്മൾ പറഞ്ഞതാണ് ചേഞ്ച് ഇൻ ഫൈ. ചേഞ്ച് ഇൻ ഫൈ എന്ന് പറയുമ്പോഴത്തേന് 5 മൈനസ് 5 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എൻ ആണ് വേണ്ടത്. ചേഞ്ച് ഇൻ എൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതായിരുന്നു നമ്മളുടെ കർവ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നോർമലാണ് എന്തെന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത്. സപ്പോസ് ഞാനിപ്പം ഈ കർവിൻ്റെ നോർമലിൽ ഈ ഇൻസൈഡ് കർവിൻ്റെ നോർമലിൽ ഞാനിപ്പം വിളിക്കുന്നത് N2 എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ നോർമലിൽ എന്തെന്ന് വിളിച്ചു, N2 എന്ന് വിളിച്ചു. ഇനി അടുത്ത ഔട്ട്സൈഡ് കർവിൻ്റെ നോർമലിൽ ഞാൻ എന്തെന്ന് വിളിച്ചു, N1 എന്ന് വിളിച്ചു. സോ ഡോ എൻ എന്ന് പറയുമ്പം നമ്മുടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ഡോ എൻ ആണ്, അതായത് ചേഞ്ച് ഇൻ എൻ. ചേഞ്ച് ഇൻ എൻ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് എന്തെന്ന് എഴുതാം, N2 മൈനസ് N1 എന്ന് എഴുതിക്കൂടി. ആ N2 മൈനസ് N1 ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇത്രയൊരു ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ലേ നമുക്ക് കിട്ടുന്നത്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, തിക്നെസ്. സോ അതുകൊണ്ടാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, ഡിനോമിനേറ്ററിൽ തിക്നെസ് വരുന്നത്. സോ ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, 5 മൈനസ് 5 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എൻ. N2 മൈനസ് N1 എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, തിക്നെസ് ആയിരിക്കും വരുന്നത്. ഇവിടെ 5 വാല്യൂ 0 ആയിരുന്നു. ആൻഡ് 5 വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ജി ഇൻറ്റു തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ടി ആയിരുന്നു, ഡിവൈഡഡ് ബൈ ടി. സോ ടിയും ക്യാൻസലായി. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്, ജി ഇൻറ്റു തീറ്റ ഇൻറ്റു ആർ ആയിരിക്കും. അടുത്തായിട്ട് നമുക്കൊരു സ്ക്വയർ ട്യൂബിൻ്റെ പ്രോബ്ലമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ട്യൂബിൻ്റെ ജെ ഇൻ്റഗ്രൽ കാണാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജെ ഇൻ്റഗ്രൽ കാണാനായിട്ട് നമുക്ക് ടോർക്ക് ഇൻഡിക്കേഷൻ അറിയാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ജി തീറ്റ ജെ. ഇവിടെ നമുക്ക് ജെ ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ ജി തീറ്റ എന്ന് എഴുതാം. സോ ജെ ഇൻ്റഗ്രൽ കാണാൻ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ചാൽ മതി. ആ ടോർക്കിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ജെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമുക്ക് ടോർക്ക് വേണം. അപ്പോൾ ടോർക്ക് ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ടി ഈസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ 2 കർവാണുള്ളത്. ഒരു ഇൻസൈഡ് കർവുണ്ട്, ഔട്ട്സൈഡ് കർവുണ്ട്. ഔട്ട്സൈഡ് ഞാൻ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇൻസൈഡിനെ 2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ A1, അവിടെയുള്ള പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ 5. ഇനി ഇൻസൈഡിലുള്ളതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A2, അതിൻ്റെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5. സോ നമ്മുടെ ടോർക്ക് ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു A1 5 പ്ലസ് 2 ഇൻറ്റു A2 5 പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ 25 ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഇവിടെ 2 കർവ് ഉള്ളായത് കൊണ്ടാണ് A2 5 വരെ വന്നത്. ഒരു കർവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് 2 ഇൻറ്റു A3 53 എന്നും കൂടെ വന്നേരും. ഇനി അടുത്ത വേണ്ടതെന്ന് പറയുമ്പോഴത്തേന് ഈ 5 എന്ന് പറയുമ്പം ഔട്ടർ ബൗണ്ടറി ആയതുകൊണ്ട് 5 വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഈ ടൈം എന്ത് ചെയ്തു, അങ്ങ് ക്യാൻസലായി പോയി. അപ്പോൾ ടോർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 5 വേണം. ഈ 5 കിട്ടാനായിട്ട് നമ്മൾക്ക് ബൗണ്ടറി കണ്ടീഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സൈക്ലിക് ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എൻ
ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു എ ഐ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ കർവിന് എടുക്കുന്നു. സോ ഐക്ക് വരാൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോ എൻ വേണം. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സൈക്ലിക് ഇൻ്റഗ്രൽ ഡോ ഫൈ എന്ന് പറയുമ്പോൾ ഫൈയുടെ ചേഞ്ചാണ്. അപ്പോൾ ഫൈയുടെ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കിന് φ2 മൈനസ് φ1. അടുത്ത ഡോ എൻ എന്ന് പറയുമ്പം എന്നിൻ്റെ ചേഞ്ചാണ്. ഇവിടുത്തെ നോർമൽ ഇപ്പോൾ സപ്പോസ് n1 ആണെന്ന് വിചാരിച്ചു. ഇവിടുത്തെ നോർമൽ ഞാൻ n2 ആയിട്ടും എടുക്കുന്നു. സോ n2 മൈനസ് n1 എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും n2 മൈനസ് n1 എന്ന് പറയുമ്പോഴത്തേക്കിന്. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തിക്നെസ് ആയിരിക്കത്തില്ലേ? സോ ഡിവൈഡ് ബൈ എന്തായി? തിക്നെസ് ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു A2 എന്ന് പറയുമ്പം സെക്കൻഡ് കർവിൻ്റെ ഇൻസൈഡുള്ള ഏരിയ ആണ് A2 എന്ന് പറയുന്നത്. സെക്കൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പം സ്ക്വയറിൻ്റെ സൈഡിൻ്റെ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുമ്പോഴത്തേന് എയും കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ φ1ൻ്റെ വാല്യൂ 0 ആയിപ്പോയി. സോ ഇതെന്ന് പറയുമ്പോൾ φ2/2t ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്തിടാം. φ2/t ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു എ സ്ക്വയർ. ഡി എസ് എന്ന് പറയുമ്പം നമ്മുടെ ഈ കർവിൽ ഒരു ചെറിയൊരു പോർഷൻ്റെ ലെങ്ത് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു പാത്തിൻ്റെ സം ആയിരിക്കും. അതായത് ഈ ലെങ്തുകളെല്ലാം കൂടെ സം ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് വരുന്നത്. ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ 4a ആയിരിക്കും വരുന്നത്. അപ്പോൾ φ2/t ഇൻറ്റു അതെന്ന് പറയുമ്പോൾ പെരിമീറ്റർ 4a ഈസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു എ സ്ക്വയർ. ഒരേയും ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ഒരു 2 വന്നു. സോ നമ്മളുടെ φ2 എന്ന് പറയുമ്പോഴത്തേക്കിന് g ഇൻറ്റു തീറ്റ ഇൻറ്റു എ ഇൻറ്റു ടി ഡിവൈഡ് ബൈ എന്തെന്ന് വരും? 2 എന്ന് വരും. സോ ഇതായിരിക്കും നമ്മളുടെ φ2ൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് φ2 കിട്ടി. ഇനി നമുക്ക് ആ ടോർക്ക് ഇൻഡിക്കേഷൻ നോക്കാം. സോ നമ്മുടെ ടോർക്ക് ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ടോർക്ക് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു A2 എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കറിയാം A2 എന്ന് പറയുമ്പോഴത്തേക്കിന് എ സ്ക്വയർ ഇൻറ്റു φ2ന് പകരമായിട്ട് g തീറ്റ ഇൻറ്റു എ ടി ഡിവൈഡഡ് ബൈ 2 2 ക്യാൻസലായി പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ 2φ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഡബിൾ ഇൻ്റഗ്രൽ 2 ഇൻറ്റു ഇവിടെ φ ആണ് പറഞ്ഞേക്കുന്നത്. ഈ φ എന്ന് പറയുമ്പം ആക്ച്വലി നമ്മളുടെ ഈ രണ്ട് കർവിൻ്റെയും ഇടയിലുള്ള പോർഷൻ്റെ φ ആണ് എന്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് കർവിൻ്റെയും ഇടയിലുള്ള പോർഷൻ്റെ φ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ആവറേജ് എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് എഴുതാം? φ1 പ്ലസ് φ2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും നമ്മളുടെ രണ്ട് കർവിൻ്റെയും ഇടയിലുള്ള പോർഷൻ്റെ φ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇൻറ്റു എന്തായി? ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ 2 2 ക്യാൻസൽ ആയിപ്പോയി. φ1ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേന് 0 ആയിരുന്നു. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് g ഇൻറ്റു തീറ്റ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു ടി പ്ലസ് φ1 നമുക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇനി ഇൻ്റഗ്രലിൻ്റെ പുറത്തിടാം പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ എന്തായി? ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യായിരുന്നു. അതിൻ്റെ ലെങ്ത് ഡി എക്സ്, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി വൈ. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഇടയിലുള്ള ആ ഏരിയ കിട്ടത്തില്ലേ? ആ ഏരിയ ആണ് എന്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പം ആ രണ്ട് സ്ക്വയറിൻ്റെ ഇടയിലുള്ള ഏരിയ ആണെന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പോഴത്തേക്കിന്. സോ ജി തീറ്റ ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു ടി പ്ലസ് φ1ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് φ1 അല്ല സോറി ഇവിടെ φ2 ആയിരുന്നു വരുന്നത്. അപ്പോൾ φ2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പം ആ വലിയ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് എ പ്ലസ് ഇതും തിക്നെസ് ആണ്, ഇതും തിക്നെസ് ആണ്. സോ വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുമ്പം എ പ്ലസ് 2t ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് എയും ആയിരിക്കും. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പം സൈഡിൻ്റെ സ്ക്വയർ എ പ്ലസ് 2tയുടെ സ്ക്വയർ മൈനസ് ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പം ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുമ്പം എ സ്ക്വയർ. സോ നമുക്കിതെന്താണെന്ന് എഴുതാം? ജി തീറ്റ ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു ടി പ്ലസ് φ2 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടതിന് എ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് എന്തായി? ബി സ്ക്വയർ മൈനസ് ഇതൊരു എ സ്ക്വയർ ഉണ്ടായിരുന്നു, ആ എ സ്ക്വയർ. സോ ഈ എ സ്ക്വയറും എ സ്ക്വയറൂടെ ക്യാൻസലായി. സോ നമ്മുടെ ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ജി തീറ്റ ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു ടി പ്ലസ് φ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ജി തീറ്റ ഇൻറ്റു എ ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ 480 പ്ലസ് 2tയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കിന് 4t സ്ക്വയർ. ഇതാണ് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ടോർക്കല്ല, നമുക്ക് വേണ്ടത് ജെ ആണ് വേണ്ടത്. അപ്പോൾ ജെയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ടി ഡിവൈഡഡ് ബൈ ജി തീറ്റ ആയിരുന്നു
ടി ഡിവൈഡ് ബൈ ജി തീറ്റ. സോ ഈ ടോർക്ക് ഇൻഡിക്കേഷനകത്തുനിന്ന് ഞാൻ ഒരു ജി തീറ്റ കഴിഞ്ഞ് കോമൺ എടുക്കുന്നു. ജി തീറ്റ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് എ ക്യൂബ് ടി പ്ലസ് എ ടി ബൈ 2 ഇൻറ്റു 480 പ്ലസ് 4t² ഡിവൈഡഡ് ബൈ ജി തീറ്റ. ജി തീറ്റ ക്യാൻസലായി ഇസ് ഈക്വൽ ടു എ ക്യൂബ് ടി പ്ലസ് 2ഉം 4 ക്യാൻസലായിട്ട് 2 ഇൻറ്റു a²t² പ്ലസ് 2ഉം 4 ക്യാൻസലായിട്ട് 2 ഇൻറ്റു എ ഇൻറ്റു ടി ക്യൂബ്. ഇതായിരിക്കും നമ്മുടെ ജെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. നമുക്കിനി ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നു. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനകത്ത് 2 ഹോൾസ് ആണുള്ളത്. ആ 2 ഹോൾസിനെ ഒരെണ്ണത്തിന് ഞാൻ സെൽ 1 എന്ന് വിളിച്ചു, ഒരെണ്ണത്തിന് ഞാൻ സെൽ 2 എന്ന് വിളിച്ചു. ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ A1, ഇവിടുത്തെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 5(1), ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് A2, ഇവിടുത്തെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് 5(2). ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ A3, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ 5(3). അപ്പോൾ ഇൻസൈഡ് കർവ് 1, ഈ കർവ് 2, ഔട്ട്സൈഡിലുള്ള കർവിനെ ഞാൻ 3 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ടോർഷണൽ ഷിയർ സ്ട്രെസ് കാണാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇൻഡിക്കേഷൻ നമുക്കറിയാം ∂φ ഡിവൈഡഡ് ബൈ ∂n ആണ്. അപ്പോൾ 5(1), 5(2), 5(3) ഇതിൻ്റെ മൂന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. 5(3) നമുക്കറിയാം എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 5(1)ഉം 5(2) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5(1)ഉം 5(2)ഉം കണ്ടുപിടിക്കാനായിട്ട് ഞാനിപ്പം നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യുകയാണ്. ബൗണ്ടറി കണ്ടീഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5(1)ഉം 5(2)ഉം കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ സെൽ 1-നകത്തോട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ സെൽ 1 ആകുമ്പോഴത്തേക്കിന് ക്ലോസ് സൈക്ലിക് ഇൻ്റഗ്രൽ ∂φ ഡിവൈഡ് ബൈ ∂n ഇൻറ്റു എന്തായി ds. സെൽ 1 ആയതുകൊണ്ട് 1 ഈസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു എന്താണ് A1. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൽ 1-ൽ ഇപ്പം ഇവിടെ നമ്മളുടെ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ 5 ആണ്, ഇവിടെയും 5(1) ആണ്, ഇവിടെയും 5(1) ആണ്, ഇവിടെ എന്താണ് 5(1) ആണ്. അതുപോലെ ഇവിടെയെല്ലാം 5(3) ആണ്, ഇവിടെയും 5(3) ആണ്, ഇവിടെ എന്താണ് 5(3) ആണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ എന്ന് പറയുമ്പം ഇന്നർ കർവിൽ 5(1) ആണെന്നുണ്ടെങ്കിൽ ഔട്ടർ കർവിൽ ഫുൾ എന്താണ് 5(2). നമ്മളിപ്പോൾ സെൽ 1-ൻ്റെ കേസാണ് എടുക്കുന്നത്. അപ്പോൾ സെൽ 1-ൻ്റെ കേസ് എന്ന് പറയുമ്പം ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുമ്പം ഇവിടെ ഔട്ടറിൽ 5(3) ആണ്, ഇവിടെ ഔട്ടറിൽ 5(3) ആണ്, ഇവിടെ ഔട്ടറിൽ 5(3) ആണ്. പക്ഷേ ഇവിടെ 5(3) അല്ല, ഇവിടെ എന്താ വന്നിരിക്കുന്നത് 5(2) ആണ് ഔട്ടറിൽ വന്നേക്കുന്നത്. സോ നമ്മളിവിടെ ചെയ്യാൻ നേരത്ത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ∂φ ബൈ ∂n എന്ന് പറയുമ്പം 5(1) മൈനസ് 5(3) ഡിവൈഡ് ബൈ n-ൻ്റെ ചേഞ്ച് എന്ന് പറയുമ്പം n1 മൈനസ് n3 ചെയ്യുമ്പോൾ അവിടുത്തെ തിക്നെസ് അല്ലേ വരുന്നത്, ഇൻറ്റു എന്താണ് t. ഇനി ds എന്ന് പറയുമ്പം ഇത്രയും പോർഷനിലെ ലെങ്ത് ആയിരുന്നു എന്തെന്ന് പറയുന്നത് ds എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അതെന്തായിട്ട് മാറി, a ആയിട്ട് മാറിയില്ലേ, ഇൻറ്റു a പ്ലസ് ഈ പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ എന്ത് തന്നെയാണ് 5(1) മൈനസ് 5(3) ഡിവൈഡഡ് ബൈ t ഇൻറ്റു ds എന്ന് പറയുമ്പം ഇവിടെ ചെറിയൊരു ലെങ്ത് എടുത്തു, അതിനെ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതെന്ന് പറയുമ്പോൾ എന്ത് വരും a പ്ലസ് അടുത്തത് ഈ പോയിന്റ് എത്തി. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇത്രയും പോർഷനെ ചെയ്യുക. അപ്പോൾ ഇത്രയും പോർഷനെ ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ എന്ത് തന്നെയാണ് പ്ലസ് 5(1) മൈനസ് 5(3) ഡിവൈഡ് ബൈ t ഇൻറ്റു ds എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു പോർഷൻ എടുത്തു, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് വരും a പ്ലസ് ഇനിയും ഈ പോർഷനിലോട്ടാണ് ചെയ്യേണ്ടത്. ഇവിടം വരെ എത്തി, ഇനി ഈ പോർഷനിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 5(1) ആണ്, ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് 5(2) ആണ് വന്നിരിക്കുന്നത്. സോ അവിടെ എന്ന് പറയുമ്പം 5(1) മൈനസ് 5(2) ഡിവൈഡഡ് ബൈ ആ തിക്നെസ് തന്നെയാണ് t തന്നെയാണ് ഇൻറ്റു എന്തുകൂടെ വരണം ആ ലെങ്ത്. ഇവിടെ ഒരു ds എന്ന് പറഞ്ഞ പോർഷൻ കൺസിഡർ ചെയ്തു, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു ലെങ്ത് a തന്നെ ആയിരിക്കത്തില്ലേ വരുന്നത്, കാരണം അവിടെ ഒരു സ്ക്വയർ സെക്ഷനാണ്. അപ്പോൾ ഇൻറ്റു എന്തായി a ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു g ഇൻറ്റു തീറ്റ ഇൻറ്റു ഈ കർവിന് അകത്തുള്ള ഏരിയ ഇൻറ്റു എന്തായി a² എന്ന് നമുക്ക് വന്നു. പക്ഷേ നമുക്കറിയാം 5(3) എന്താണ് 0 ആണ്. സോ 5(3)യുടെ ടേം എല്ലാം പോയി. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ 5(1) ബൈ t ഇൻറ്റു എ പ്ലസ് 5(1) ബൈ t ഇൻറ്റു എ പ്ലസ് 5(1) ബൈ t ഇൻറ്റു എ. അപ്പോൾ 3 5(1) ബൈ t ഇൻറ്റു എ, അപ്പോൾ 3 ഇൻറ്റു 5(1) ബൈ t ഇൻറ്റു എ പ്ലസ് ഇതെന്ന് പറയുമ്പോഴത്തേന് 5(1) മൈനസ് 5(2) ഡിവൈഡഡ് ബൈ t ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു a². ഇവിടുന്ന് ഒരു എയും ടിയും കോമൺ എടുത്തു. സോ ഇതെന്ന് പറയുമ്പോഴത്തേന് 3(5(1) പ്ലസ് 5(1) മൈനസ് 5(2) ഇവിടെ ഉണ്ടായിരുന്ന a ബൈ ടി കോമൺ എടുത്തു ഇസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു a². എയും ഇവിടെ ക്യാൻസലായി. സോ 3(5(1) പ്ലസ് 5(1) എന്ന് പറയുമ്പം 4(5(1) മൈനസ് 5(2) ഇസ് ഈക്വൽ ടു ടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് 2g തീറ്റ ഇൻറ്റു a ഇൻറ്റു എന്തെന്നായി
ടി എന്നായി. ഇതിപ്പോൾ സെൽ 1ൻ്റെ കേസാണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ കൂട്ടി ഇനി അടുത്ത് എന്ത് ചെയ്യണം? സെൽ 2ൻ്റെ കേസ് ചെയ്യണം. അപ്പോൾ സെൽ 2ൻ്റെ കേസ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സൈക്ലിക് ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എൻ ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു A2 എന്ന് വരും. അപ്പോൾ അവിടെ നിന്ന് പറയുമ്പം ഈ പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ എല്ലാം എന്താണ്? φ2 ആണ്. ഔട്ട് സൈഡ് എന്ന് പറയുമ്പോൾ φ3, ഇവിടെയും φ3, ഇവിടെ എന്തായിരിക്കും? φ3. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഫൈയുടെ ചേഞ്ച് φ2 മൈനസ് എന്തായിരിക്കും? φ3 ഡിവൈഡ് ബൈ അവിടുത്തെ തിക്നെസ് ടി ഇൻറ്റു അവിടുത്തെ ലെങ്ത് എന്താണ്? എ പ്ലസ് അടുത്തെന്ന് പറയുമ്പോൾ φ2 മൈനസ് ഇപ്പോൾ ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യുക? ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്യുക. അപ്പോൾ എന്ന് പറയുമ്പോൾ φ2 മൈനസ് φ3 ഡിവൈഡ് ബൈ ടി ഇൻറ്റു എന്തായി? എ പ്ലസ് ഇനി ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്യുക. അവിടെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? φ2 മൈനസ് φ3 ഡിവൈഡഡ് ബൈ ആ തിക്നെസ് ബൈ ടി ഇൻറ്റു ആ ലെങ്ത് എന്താണ്? എ പ്ലസ് ഇനി അടുത്തത് ഈ ഒരു പോർഷൻ ആകുമ്പോഴത്തേനും അത് ക്ലോസ്ഡ് ആവത്തില്ലേ? അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേനും പ്ലസ് φ2 മൈനസ് ഔട്ട് സൈഡിലുള്ള എന്താണ്? φ1 ആണ്. φ1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു എന്താണ്? ആ ലെങ്ത് തന്നെ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം? 2 ഇൻറ്റു ജി ഇൻറ്റു തീറ്റ ഇൻറ്റു A2 എന്ന് പറയുമ്പം ഈ കർവിനകത്തുള്ള ഏരിയ അതുകൊണ്ട് തന്നെയാണ് A² തന്നെ ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ φ3യുടെ വാല്യൂ 0 ആയിപ്പോയി. ഇനി ബാലൻസ് ഉള്ളത് ഇവിടെയും φ2 ഇൻറ്റു A/2, ഇവിടെയും φ2 ഇൻറ്റു A/2, φ2 ഇൻറ്റു A/2 അത് ചേരുമ്പോഴത്തേക്കിന് 3φ2 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ടി പ്ലസ് ഇവിടെ എന്ന് പറയുമ്പം φ2 മൈനസ് φ1 ബൈ ടി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു A². 3φ2 പ്ലസ് φ2 മൈനസ് φ1 ഇവിടെ ഉണ്ടായിരുന്ന എ ബൈ ടി ഇൻറ്റു കോമൺ എടുത്തു ഇസ് ഈക്വൽ ടു 2g തീറ്റ ഇൻറ്റു A². ഇവിടുന്ന് ഒരു എയും ക്യാൻസലായി. സോ 3φ2 പ്ലസ് φ2 എന്ന് പറയുമ്പം 4φ2 മൈനസ് φ1 ഇസ് ഈക്വൽ ടു ടി അങ്ങോട്ട് ഗുണിക്കുമ്പോഴത്തേക്കിന് 2g തീറ്റ ഇൻറ്റു AT എന്ന് വന്നു. ഈ ഇക്വേഷനും ഈ ഇക്വേഷനോടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും RHS രണ്ടിൻ്റെ എന്താണ്? സെയിം ആണ്. സോ RHS സെയിം ആണെങ്കിൽ LHS എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ നമുക്കിവിടെ 4φ1 മൈനസ് φ2 ഈസ് ഈക്വൽ ടു 2g തീറ്റ ATക്ക് പകരമായിട്ട് 4φ2 മൈനസ് എന്തെന്ന് എഴുതാം? φ1 എന്ന് എഴുതാം. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് φ2 എല്ലാം ഒരു സൈഡിലോട്ടും വരുന്നു, φ1 എല്ലാം ഒരു സൈഡിലോട്ടും പോകുന്നു. അപ്പോൾ φ1 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കിന് 5φ1 ആകും ഈസ് ഈക്വൽ ടു φ2 അപ്പുറത്ത് പോകുമ്പോഴത്തേക്കിന് 4φ2 പ്ലസ് φ2 അതെന്തായി? 5φ2. 5ഉം 5ഉം ക്യാൻസലായി. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് φ1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? φ2 എന്ന് കിട്ടി. ഈ ഒരു വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4φ1 മൈനസ് φ2ന് പകരം എന്താണ് എഴുതാം? φ1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2g തീറ്റ AT എന്ന് കിട്ടി. സോ 4φ1 മൈനസ് φ1 എന്ന് പറയുമ്പോൾ 3φ1 ഈസ് ഈക്വൽ ടു എന്തെന്നായി? 2g തീറ്റ ഇൻറ്റു AT. സോ ഇവിടുന്ന് നമുക്ക് എന്തെന്ന് പറയാം? φ1 ഈസ് ഈക്വൽ ടു ഈ 3 ഇഞ്ഞ് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കിന് 2/3g തീറ്റ AT. സോ ഇതായിരിക്കും നമ്മളുടെ φ1ൻ്റെ വാല്യൂ. സോ φ1 ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു എന്തെന്ന് പറയാം? g തീറ്റ AT എന്ന് പറയാം. നമ്മൾക്കിവിടെ ജെ ഇൻ്റഗ്രൽ കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ ജെ ഇൻ്റഗ്രൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടോർക്ക് വേണ്ടേ? അപ്പോൾ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേന് 2a1 φ1 പ്ലസ് 2a2 φ2 പ്ലസ് 2a3 φ3 3 കർവ് ഉണ്ടായതുകൊണ്ടാണ് a3 φ3 വരെ വന്നത്. പ്ലസ് 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ 5 ഇൻറ്റു dx ഇൻറ്റു dy. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തിക്നെസ് വളരെ സ്മോൾ ആണെന്ന് പറയുന്നുണ്ട്. എക്കാട്ടിലും വളരെ സ്മോൾ ആണ് ടി. സോ ഇതൊരു തിൻ വാൾഡ് ട്യൂബാണ്. സോ തിൻ വാൾഡ് ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ടേം എന്തായി പോവും? അങ്ങ് 0 ആയി പോവും. കാരണം ഇവിടുത്തെ ഒരു ചെറിയൊരു ഏരിയ ആണ് നമ്മളിങ്ങനെ dx dy എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് കിട്ടും? ആ ഡബിൾ ഇൻ്റഗ്രൽ dx ഇൻറ്റു dy എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ കർവുകളുടെ ഇടയിലുള്ള ഏരിയ ആണ്. ഇതൊരു തിൻ വാൾഡ് ട്യൂബ് ആയതുകൊണ്ട് ആ കർവുകളുടെ ഇടയിലുള്ള ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അതെന്തായി പോയി? 0 ആയിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ φ3 ഓൾറെഡി എന്തായിരുന്നു? 0. സോ നമ്മുടെ ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ടോർക്ക് ടി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു A1 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് കർവിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ A² ഇൻറ്റു φ1 എന്ന് പറയുമ്പോഴത്തേക്കിന് 2/3g തീറ്റ ഇൻറ്റു AT ആയിരുന്നു. പ്ലസ് 2 ഇൻറ്റു A2 എന്ന് പറയുമ്പം സെക്കൻഡ് കർവിൻ്റെ അകത്തുള്ള ഏരിയ A² ഇൻറ്റു φ2ഉം φ1ൻ്റെയും വാല്യൂ സെയിം ആയിരുന്നു. സോ φ2 എന്ന് പറയുമ്പോഴത്തേനും φ1ൻ്റെ വാല്യൂ ആയിട്ടുള്ള 2/3 ഇൻറ്റു g തീറ്റ ഇൻറ്റു എത്തുന്ന കൊടുക്കാം? AT എന്ന് കൊടുക്കാം. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടോടെ ചെയ്യുമ്പോഴത്തേന് ഇത് 2 ടൈംസ് ഉണ്ട്. ഇത് 2 എന്ന് പറയുമ്പോൾ 4 4a²/3 4a²/3 ആ സം ചെയ്യുമ്പോഴത്തേന് 8a²/3 ഇൻറ്റു ഇവിടെ ഒരു a³ g തീറ്റ ടി എന്ന് നമുക്ക് വരും. സോ ഇതായിരിക്കും നമ്മളുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ. പക്ഷേ ടോർക്കല്ല, നമുക്ക് ജെ ഇൻ്റഗ്രലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു g തീറ്റ ഇൻറ്റു ജെ ആണ്. സോ ജെ എന്ന് പറയുമ്പോൾ
ടി ഡിവൈഡഡ് ബൈ ജി തീറ്റയാണ് ഇസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു എ ക്യൂബ് ബൈ 3 ഇൻറ്റു ജി തീറ്റ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ജി തീറ്റ. ജി തീറ്റ ക്യാൻസലായി. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് 8 എ ക്യൂബ് ബൈ 3 ഇൻറ്റു എന്തെന്ന് വരും, ടി എന്ന് വരും. ഇതായിരിക്കും നമ്മളുടെ ജെ ഇൻ്റഗ്രൽ. ഇവിടെ ജെ ഇൻ്റഗ്രൽ മാത്രമല്ല നമ്മളുടെ ഷിയർ സ്ട്രെസ് കൂടെ കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിയർ സ്ട്രെസ് കാണാനായിട്ട് ഇവിടെ നമ്മളുടെ ഓരോ സെക്ഷനിലെയും ഷിയർ സ്ട്രെസ് കാണണം. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സെൽ 1ൻ്റെ കാണാൻ പോവാണ്. അപ്പോൾ സെൽ 1ൻ്റെ ഇവിടെ ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് ലെഗ് ആണ്, ഇതെന്ന് പറയുമ്പോൾ ബോട്ടം ലെഗ്, ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ലെഫ്റ്റ് ലെഗ്. ഇവിടെ എല്ലാം 5-1-ഉം 5-3 ആണ്. ഇവിടെ എല്ലാം 5-1-ഉം 5-3, ഇവിടെ എല്ലാം എന്താണ് 5-1-ഉം 5-3. കാരണം നമ്മുടെ ടോയുടെ ഫോർമുല എന്ന് പറയുമ്പം ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എ. ഇപ്പം നമ്മൾ സെൽ 1ലെ ടോപ്പ്, അതുപോലെ തന്നെ ലെഫ്റ്റ്, അതുപോലെ തന്നെ ബോട്ടം, ഇത്രയും ലെഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഡോ ഫൈ, അവിടെ എല്ലാം 5-1-ഉം 5-3 ആയിട്ടല്ലേ ചേഞ്ച് ചെയ്യുന്നത്. സോ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാം, 5-1 മൈനസ് 5-3 ഡിവൈഡ് ബൈ എന്തായിരിക്കും, ടി ആയിരിക്കും. അപ്പോൾ 5-1-ൻ്റെ വാല്യൂ 5-3യുടെ വാല്യൂ 0 ആയിരുന്നു. 5-1-ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. അതെന്ന് പറയുമ്പം 2/3 ജി തീറ്റ ഇൻറ്റു എ ടി ഡിവൈഡ് ബൈ എന്തായിരുന്നു, ടി ക്യാൻസലായി. സോ ഇസ് ഈക്വൽ ടു 2/3 ജി തീറ്റ ഇൻറ്റു എന്തെന്ന് വരും, എ എന്ന് പറഞ്ഞ് വരും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആ സെൻറ്റർ പോർഷനിലെയാണ് വേണ്ടത്. ആ സെൻറ്റർ പോർഷനിലെ എന്ന് പറയുമ്പോഴത്തേക്കിന്, ആ സെൻറ്റർ പോർഷനിലെ ടോ എന്ന് പറയുമ്പോഴത്തേക്കിന് ഡോ ഫൈ ബൈ ഡോ എൻ. അതായത് ഇവിടെ ചേഞ്ച് ഇൻ ഫൈ എന്ന് പറയുമ്പോൾ 5-1 ഇൻസൈഡും 5-2 ആണ് ഔട്ട് സൈഡ്. സോ ഇസ് ഈക്വൽ ടു 5-1 മൈനസ് 5-2 ഡിവൈഡ് ബൈ എന്തായിരിക്കും, ടി. പക്ഷേ നമുക്കറിയാം 5-1-ഉം 5-2 എന്താണ്, സെയിം. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് സെൽ 2ൻ്റെ നോക്കാം. സെൽ 2ൻ്റെ നോക്കാൻ നേരത്ത് സെൽ 2ൻ്റെ ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, സെൽ 2ൻ്റെ റൈറ്റ് ലെഗ് ഉണ്ട്. സോ സെൽ 2ൻ്റെ ടോപ്പ്, ബോട്ടം, അതുപോലെ തന്നെ റൈറ്റ് ലെഗ്, അത്രയും പോർഷനിലെ ടോ എന്ന് പറയുമ്പോഴത്തേക്കിന് സെയിം ആയിരിക്കും. കാരണം ഇവിടെ 5-2 5-3, ഇവിടെയും 5-2 5-3, ഇവിടെ എന്താണ് 5-2 5-3. സോ ഈസിക്കൽ ടു നമുക്ക് എന്തെന്ന് പറയാം, ഡോ ഫൈ ഡിവൈഡഡ് ബൈ ഡോ എൻ. അതായത് ഈസിക്കൽ ടു 5-2 മൈനസ് 5-3 ഡിവൈഡ് ബൈ എന്താണെന്ന് പറയാം, ടി എന്ന് പറയാം. പക്ഷേ 5-3യുടെ വാല്യൂ എന്തായിരുന്നു, 0. സോ അതെന്ന് പറയുമ്പോഴത്തേക്കിന് 5-2 ഡിവൈഡഡ് ബൈ ടി ആയി. 5-2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് 2/3 ജി തീറ്റ എ ടി ഡിവൈഡ് ബൈ ടി. ടിയും ക്യാൻസലായി. ഈസിക്കൽ ടു നമുക്ക് 2/3 ജി തീറ്റ എ എന്ന് പറഞ്ഞ് വരും. ഇനി അടുത്തത് ഇതിൻ്റെ സെൻറ്ററിലെ വാല്യൂയും നമ്മളുടെ സെൽ 1ൻ്റെ സെൻറ്ററിൻ്റെ വാല്യൂയും സെയിം തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് 5-2 ആയിരുന്നു, ഇവിടെ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു 5-1. സോ ഇസ് ഈക്വൽ ടു 5-2 മൈനസ് 5-1 ഡിവൈഡ് ബൈ ടി. ബട്ട് 5-2-ഉം 5-1-ഉം സെയിം ആണ്. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0. അപ്പം ആ ഓരോ പോർഷനിലെ ഷിയർ സ്ട്രെസ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്.